നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മീനൻ രാശിയിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2024 ആഗസ്റ്റ് 17 മുതൽ 2025 ആഗസ്റ്റ് 16 വരെ ഒരു വർഷ കാലഘട്ടം മലയാള മാസം തുടങ്ങുകയാണത്. ചിങ്ങം തൊട്ട് കർക്കിടകം വരെ. ഇപ്പോൾ 1199 ആണ്ടാണ്. ഇപ്പോൾ ആഗസ്റ്റ് 17 ചിങ്ങം 1 എന്ന് പറയുമ്പോൾ 1200 ആണ്ടാണ് തുടങ്ങുന്നത്. സംഭവബഹുലമായൊരു വർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ വർഷത്ത് മീനൻ രാശിയിൽ ജനിച്ചവർ ആരൊക്കെയാണ്? പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പിന്നെ ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഈ രാശി ജനിച്ചവർക്ക് സൂര്യൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് നല്ല മാസങ്ങളും കൂടെ പറയുന്നുണ്ട്. അത് നമുക്ക് അറിയാം. നമുക്ക് ആദ്യം ഈ രാശിക്കാരെ പറ്റി ഒന്ന് നോക്കാം. മീനൻ രാശിക്കാരെ പറ്റി പൊതുവായ ആചാര്യം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. മീനൻ രാശി എന്ന് പറയുന്നത് വ്യാഴഗുരുവിൻ്റെ രാശിയാണ് മീനൻ രാശി. വ്യാഴം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഈശ്വരാധീനമുള്ള ഈശ്വരനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യാഴമാണ്. നമ്മുടെ ഈ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം ഇങ്ങനെ വെളിയിൽ നിന്ന് വരുന്ന മറ്റ് ഗ്രഹങ്ങളൊക്കെ തടങ്ങി നിർത്തി നമ്മൾ സംരക്ഷിക്കുന്നു എന്നാണ് വയ്പ്പ്. കൂടാതെ വലിയ ഗ്രഹമായതുകൊണ്ട് വിശാലമായ കാഴ്ചപ്പാട് ഈ ആൾക്കാർക്കുണ്ടാകും എന്നും കൂടെ ആചാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിനാണ്. അപ്പോൾ സാമ്പത്തിക ഗ്രഹമാണ് ഈ വ്യാഴം എന്ന് പറയുന്നത്. സാത്വിക ഗ്രഹമാണ്. ഫൈനാൻസിൻ്റെ കാര്യം കൊണ്ട് നോക്കുന്നതാണ്. ഈ വ്യാഴനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം പറയാം. വ്യാഴം കൂടാതെ ആ രാശിയിൽ വേറെ 2 ഗ്രഹങ്ങൾ കൂടെ പ്രാധാന്യമുണ്ട്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമായ ബുധൻ്റെ നീചരാശിയാണ്. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് ചെയ്യാനുള്ള ചെയ്യുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. ബുധൻ്റെ നീചരാശി ആയതുകൊണ്ട്. പിന്നെ വേറൊരു ഗ്രഹം ഉച്ചരാശിയാണ് ശുക്രൻ്റെ. അപ്പോൾ ശുക്രൻ്റെ ഉച്ചരാശി എന്ന് പറയുമ്പോൾ കലാപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് മീനൻ രാശി ജലരാശിയാണ്. അപ്പോൾ സെൻറ്റിമെൻ്റൽ സൈനാണ്, ഇമോഷണൽ സൈനാണ്. നല്ല കഥാകാരന്മാരാണ് ഇവർ. അതൊക്കെ ചെയ്യാൻ പറ്റും. ഇവർ സ്വപ്നജീവികളാണ്. ഇവർക്ക് അങ്ങനെ ഇരുന്ന് തനിച്ചൊരു സ്വപ്നം കണ്ട് അതൊക്കെ എഴുതി സാഹിത്യകാരന്മാരൊക്കെ ആകാൻ ഉള്ള കഴിവുള്ള ആൾക്കാരാണ് ഈ മീനൻ രാശിക്കാർ. അങ്ങനെയൊക്കെ നമുക്ക് മീനൻ രാശിക്കാരെ പറയാം. മീനൻ രാശിക്കാരെ കൊണ്ട് നമുക്ക് എന്തെല്ലാം പറയാൻ കഴിയും എന്നുള്ളതാണ് നോക്കുന്നത്. കൂടാതെ ഇതിന് ഒരു രാശി സ്വരൂപമുണ്ട്. എതിർ ദിശകളിലേക്ക് ചലിക്കാൻ തയ്യാറായിരിക്കുന്ന 2 മീനിനെയാണ് കാണിച്ചിരിക്കുന്നത് കാലവർഷം. അപ്പോൾ എതിർ ദിശയിലേക്ക് പോകാനുള്ള ഒരു മീൻ തിരിച്ചും വലിച്ചുമുള്ള മീനാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത സ്വഭാവങ്ങൾ അവർക്കുണ്ടാവും എന്നാണ് ഈ പറയുന്നത്. വളരെ സൗന്ദര്യമുള്ള ആൾക്കാരാണ് ഇവർ. നല്ല ഒരുവിധം കണ്ടാൽ, സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ നടക്കുകയല്ല, ആചാര്യൻ്റെ കവിയുടെ കയ്യിൽ പറയുകയാണെങ്കിൽ ഒഴുകുകയാണ് എന്ന് നമുക്ക് തോന്നും നടക്കുമ്പോൾ. അത്ര ഭംഗിയുള്ളവരാണെന്നാണ് പറയുന്നത്. വളരെ ഹൃദ്യമായ പെരുമാറ്റമാണ്. ലൗകിക അപവാദം ഒരുപാട് സംഗതികൾ ഇങ്ങനെ ലൗകികമായിട്ട് ഒരുപാട് അത്യാർത്ഥിയൊന്നുമില്ല. പണത്തിനുള്ള ആഗ്രഹമായിട്ട് കുറവാണ്. ഒരു അത്യാർത്ഥി ഉണ്ടെന്ന അർത്ഥം. അന്യായ മാർഗത്തിലോ ഇടിച്ചു കയറുകയോ നേതൃത്വത്തിനൊന്നും ശ്രമിക്കുന്നവരല്ല. എൻ്റെ വഴിയെ ഞാൻ ചെയ്യുന്നതനുസരിച്ച് വരികയാണെങ്കിൽ ഞാൻ ലീഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. വിമർശിക്കുന്നവരെ ഇവർക്ക് ഭയവുമില്ല. ഓരോ കാര്യം കണ്ടപ്പോഴും കഴിഞ്ഞ കാര്യങ്ങളെ വിലയിരുത്തിയ ശേഷം മാത്രം അഭിപ്രായം പറയുന്നവരാണ്. പിന്നെ ഇവർ നല്ല ഓർമ്മശക്തിയുണ്ട്. കൂടാതെ എല്ലാവരോടും അനുകമ്പയുള്ളവരാണ്, പാവപ്പെട്ടവരോടും. അതിനാൽ തന്നെ വേണ്ടപ്പെട്ടവർക്കിടയിൽ വളരെ പോപ്പുലറായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നല്ല ഹീറേഴ്സ് ആയിരിക്കും, അതിൻ്റെ കേൾവിക്കാരായിരിക്കും. ആരെന്ത് സഹായങ്ങളോ രഹസ്യങ്ങളൊക്കെ വേണം ഇവരോട് പറയാം. അതൊന്നും വലിയ കുഴപ്പമില്ലാതെ പോകും. ആരോട് പിണങ്ങാതെ നല്ല ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. പേരും പ്രശസ്തിയും ലഭിക്കുകയും ചെയ്യും. കൂട്ടുകാരെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേൾക്കുന്ന ആളായിരിക്കും ഇവർ. കൂടാതെ അതിനുള്ള പരിഹാരം ഇവർ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ ഇവർക്ക് മറ്റുള്ളവർക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാനും കഴിയും. പാരമ്പര്യ രീതിയിലൊന്നും കൈവിടാതെ തന്നെ ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം. രാശിക്കും പെട്ടെന്ന് ഇനി രാശി വ്യാഴനൊക്കെ ബലക്കുറവാണെങ്കിലാണ് വരുന്ന പ്രശ്നം. പറഞ്ഞാൽ പെട്ടെന്ന് വികാരപരിതരാകും, എമോഷണലാവും, അതുപോലെ പെട്ടെന്ന് തരുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. അതുപോലെ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുകയില്ല. പിന്നെ നമുക്ക് പലപ്പോഴും ഇവർ തനിച്ചിരുന്നൊക്കെ കരയുന്ന ആൾക്കാരും കൂടാണ്. നമുക്ക് വേണ്ട പ്രാധാന്യം കിട്ടുന്നില്ല, പലരും അവഗണിക്കുകയാണ്, ഇങ്ങനെയൊക്കെ തോന്നൽ ഇവർക്കുണ്ട്. നമുക്ക് മറ്റുള്ള തട്ടിയെടുക്കുന്നു എന്നുള്ള സംശയം, ഇതൊക്കെ ഇവർക്ക് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ
ഇതൊക്കെ ജനറലായിട്ട് മീനൻ രാശിക്കാരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് അവരുടെ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് എങ്ങനെയായിരിക്കും അവരുടെ ഫൈനാൻസ്. ഇവിടെ ഗൃഹസ്ഥിതി നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ 12ലാണ് ശനി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ 7-2 ശനി തുടങ്ങി ഇപ്പോൾ കുറച്ച് കാലമായി. ഇനിയിപ്പോൾ ശനി അടുത്ത മാർച്ച് 29 ശനി സ്വന്തം ശനി മീനത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത് ജന്മശനി തുടങ്ങുകയാണ്. അപ്പോൾ ശനിയെ കൊണ്ട് പ്രയോജനമില്ല. ശനി അലച്ചിൽ മാറി നമുക്ക് വീണ്ടും നമുക്ക് ട്രബിൾ തരുന്ന 7-2 ശനിയുടെ ഒത്ത നടുക്കായിട്ട് വരാൻ പോകും അടുത്ത മാർച്ച് 29. പിന്നെ വ്യാഴം 3 നിൽക്കുകയാണ്. അടുത്ത മെയ് 15 വ്യാഴം 4 മാറും. നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. രാഹു ജന്മത്തിൽ നിൽക്കുന്നുണ്ട്, കേതു 7 നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴെങ്ങനെയാണോ നടക്കുന്ന കണ്ടീഷൻ അത് തന്നെയായിരിക്കും ഈ വർഷം മുഴുവൻ വരുന്ന ഒരു വർഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളും വച്ച് പുലർത്തേണ്ട, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ധനം ഇപ്പോൾ വരുന്ന പോലെയുള്ള ധനങ്ങൾ വരുള്ളൂ. കൂടുതലായിട്ടൊന്നും വരികയോ ആരും പ്രതീക്ഷിക്കേണ്ട. പിന്നെ പ്രത്യേക ഷെയർ മാർക്കറ്റിലൊക്കെ പോകാൻ പല തോന്നലൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ചും അടുത്ത ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ ഷെയർ മാർക്കറ്റ് കുറച്ച് ബൂമാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലെ പൈസ ഇട്ടെടുക്കാൻ ആൾക്കാർ വരും. അതൊക്കെ ശ്രദ്ധിച്ചു വേണം. ഒരു 5 തൊട്ട് ചൊവ്വ മാറുമ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടാവും. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഉള്ള ലെവലങ്ങ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി കാം ആൻഡ് ക്വയറ്റായിട്ട് പോകുന്നുണ്ട്. നമ്മൾ വലിയ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഉള്ള പോലത്തെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പാലിച്ചങ്ങ് പോയാൽ മതി. ഇത് പ്രൊഫഷണലാണ്. പ്രൊഫഷണൽ മാരേഴ്സും അതേപോലെ തന്നെ 3 നിൽക്കുന്ന വ്യാഴം 4 പോകുന്നു. 4 ഇപ്പോൾ മെയ് 15 4 പോകുന്നത് 2025. 4 പോകുമ്പോൾ കുറച്ചുകൂടെ ആശ്വാസം ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഒരു വലിയ സംഭവമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ഇപ്പോൾ ഉള്ള രീതിയിൽ പ്രൊഫഷൻ അതേപോലെ കൊണ്ടുപോവുക. സൈക്കോളജി, മാർക്കറ്റിങ്, രഹസ്യശാസ്ത്രങ്ങൾ പഠിക്കുന്നവർക്ക് ജലപരമായ തൊഴിലുള്ളത്, കപ്പൽ, നേവി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഹോട്ടൽ ബിസിനസ്, ഹോസ്പിറ്റാലിറ്റി വർക്കേഴ്സ്, ജയിൽ വർക്കേഴ്സ്, ഇവർക്കെല്ലാം കുറച്ചുകൂടെ അനുകൂല അവസ്ഥ ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 12ാം രാശിയാണ് കാലപുരുഷൻ്റെ. 12ാം രാശി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാവും. കൂടാതെ ജയിലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാവും. പിന്നെ ജലരാശി ആയതുകൊണ്ട് ജലസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഗുണമുണ്ടാവും. കപ്പലിൽ, നേവി, പിന്നെ ബോട്ടിൽ അല്ലെങ്കിൽ മറ്റേ ബിവറേജസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, വാട്ടർ വർഷി വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് ജലം സംബന്ധമായ ആൾക്കാർക്ക് ഗുണമാകും. പിന്നെ ഉള്ളത് മൂണ്ട് ഒരു സൈക്കോളജിക്കൽ സൈനാണ്. അതുകൊണ്ട് സൈക്കോളജി പ്രൊഫസേഴ്സ്, സൈക്കോളജിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെയുള്ളവർക്കും ഗുണമുണ്ടാവും. പിന്നെ മാർക്കറ്റിംഗ് കൊണ്ട് സംസാരമുണ്ട്. മാർക്കറ്റിംഗുകാർക്ക് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരുപാട് റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ആവറേജ് ലെവലിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അതേപോലെ ഹെൽത്താണെങ്കിൽ കഫത്തിൻ്റെ ഒരു പ്രശ്നമുള്ള നിങ്ങൾ ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തടിക്കും, നീര് കൂടും. ഇതൊക്കെ ശ്രദ്ധിച്ചോണം. മെൻ്റൽ സ്ട്രെസ്സ് വരും. കാൽപാദങ്ങളിലൊക്കെ നീര് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ മൂവ് ചെയ്യാൻ. ലേഡീസിനൊന്നും കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒരുപാട് ഇമോഷൻ കാണിച്ച് നമുക്ക് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഒളിച്ചോടാനോ ശ്രമിക്കരുത്. സ്ട്രെയിറ്റായിട്ട് ചെയ്യുക. ഒരുപാട് സ്വപ്നം കണ്ട് നമ്മുടെ സമയവും കളയരുത്. സാഹിത്യകാരന്മാർക്ക് സ്വപ്നം കാണാനൊക്കെ പറ്റിയ ആൾക്കാർ, അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾക്ക് നല്ലതാണ്. ബന്ധപ്പെട്ട തൊഴിലാളെന്ന് പറഞ്ഞാൽ സാഹിത്യകാരന്മാർക്ക് നല്ല സമയമാണ്, അഭിനയിക്കുന്നവർക്ക് നല്ല സമയമാണ്. അതൊക്കെ എന്ന് വെച്ചാൽ അത് ആർട്ടിഫിഷ്യൽ ലെവലിൽ വരുന്ന കാര്യങ്ങൾക്കെല്ലാം ഗുണകരമായൊരു ടൈമാണെന്ന് നമുക്ക് പറയാം. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഇതൊരു ആവറേജ് വർഷം ഗുണദോഷ സമ്മിശ്രമായ വർഷങ്ങളാണ്. സൂര്യൻ്റെ പോകുമ്പോഴനുസരിച്ച് ചെറിയ മാറ്റങ്ങളും ചലനങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയാം. അതുകൂടെ ഞാനങ്ങ് നിർത്താം. സൂര്യൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 തൊട്ട് സെപ്റ്റംബർ 15 കാലഘട്ടം വളരെ അനുകൂലമായ സമയമാണ്. ആ ഒരു മാസം അത് സൂര്യന് 6 വന്നിക്കുകയാണ്. 6 സൂര്യൻ നീക്കുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം ഈ മാസത്തെ കാര്യങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്ത് വരുന്നത് ധനുവിലും മകരത്തിലും 2 മാസം. മകരം ഡിസംബർ 15 തൊട്ട് ഫെബ്രുവരി 15 വരെയുള്ള 2 മാസ കാലഘട്ടം ഈ ഒരു വർഷത്തിൽ അനുകൂലമായൊരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്താലും അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ മാറ്റേഴ്സിന് ഒരു കാര്യം ടേക്കപ്പ് ചെയ്യാൻ തീരുമാനമുണ്ടെങ്കിൽ ഈ സമയത്ത് ടേക്കപ്പ് ചെയ്യണം. ഈ സമയത്ത് ടേക്കപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഇതാണ്. പിന്നീട് ഇടവ മാസം എന്ന് വെച്ചാൽ മെയ് 15 തൊട്ട് ജൂൺ 15 വരെയുള്ള കാലഘട്ടം വളരെ അനുകൂലമാണ്. ഇടവ മാസമാണ്. ഇത് ഇത്രയും 3 പേരുടെയാണ് അതിൽ കുറച്ച് നല്ല സ്ഥിതികളുള്ളത്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ മീനൻ രാശിക്കാർക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാവുന്നൊരു വർഷമാണ്. വലിയ പ്രതീക്ഷകൾ വേണ്ട. എന്നാൽ നമ്മളിപ്പോൾ പോകുന്ന പ്ലാൻ ചെയ്ത് നമ്മൾ വലിയ റിസ്ക് ഒന്നും എടുക്കാതെ പോവുകയാണെങ്കിൽ നമുക്ക് വിജയിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലവരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.
നന്ദി, നമസ്കാരം.